നീ എന്താണ് ഇവിടെ? മോളെ ഒരു കപ്പ് തരാൻ വേണ്ടി വന്നാണ്. കപ്പിനെ വാങ്ങിച്ച് പറഞ്ഞേ അവനെ. കപ്പോ? ഏത് കപ്പ്? ഇത് ഇച്ചി നിനക്ക് തരാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നിട്ട്. എനിക്കവിടെ കപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ മോളെ ഈ അടിക്കടി പോയി അവിടെ ചായ കുടിക്കണല്ലേ, അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കപ്പ് തന്നയച്ചതായിരിക്കും സ്നേഹത്തോടെ. ഇച്ചി എനിക്ക് തന്നു വിട്ടതായിരിക്കും അല്ലേ? അടിക്കടി വന്ന് നീ ചായ കുടിക്കുന്നില്ലേ, അപ്പൊ കപ്പ് അതല്ലേ ഞാനും പറഞ്ഞത്. അത് ഒന്നുകൂടെ പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ആവശ്യമില്ല അതൊന്നും പറയേണ്ട കാര്യം തോന്നുന്നു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പറയും. ഹൗ സ്വീറ്റാ. ഇച്ചി സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് വന്നെങ്കിലേ എനിക്ക് ഇച്ചിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. നിനക്ക് വന്നപ്പോൾ ഇച്ചിനെയും കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കാണിക്കായിരുന്നു ഇച്ചിയെ. കൊണ്ടുവരാം, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കൊണ്ടുവരാം. എന്തോന്ന്? അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാം. ഇനി നീ വരുമോ ഇവിടെ? വേണ്ടി വന്നാൽ വരാതിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വരാതിരിക്കാൻ പറ്റൂലെന്നാ? വരാതിരിക്കാതിരിക്കാൻ. അത് തന്നെ. നീ എന്തിനാ ആവശ്യമില്ല ഇവിടെ കയറി ഇറങ്ങണത്? ഞാൻ കയറി എന്ത് കുഴപ്പം? സത്രമല്ല. എന്തോ മോളെ മിണ്ടി പോരുത്. ഈ വീടിന്റെയും നിങ്ങളെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ പ്രായപൂർത്തി 5-6 പെമ്പിളേർ താമസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ പവിയാ? നീ എപ്പോഴാ നമ്മളെ പവിയാ? അത് ഞാൻ അവളുടെ പവിയാ. എവളുടെ പവി? മൊത്തത്തിൽ ഞാൻ പവിയാ. മനപ്പായസം ഉണ്ടാക്കി വാങ്ങി വെച്ചിരുന്നത് വന്ന വരവ് കേട്ടാ മനസ്സിലായി. അമ്മാവാ വന്ന് കേറിയല്ലോ. അപ്പഴത്തേക്ക് അങ്ങോട്ട് ചാടൊന്നും തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. മിണ്ടായിരിക്കും. പോട്ടെ ചാരു, പൊട്ടന്മാര് പലതും പറയും. ആരാ പൊട്ടായി? നിങ്ങൾ ആരാ പൊട്ടായി? ഇത് ഞാൻ ഈ വീട്ടിന്റെ കാര്യസ്ഥനാണ്. ആണെങ്കിൽ ഞാൻ എന്ത് വേണമെന്ന്? നിങ്ങൾ കുറെ നേരമല്ല കാര്യച്ചെന്ന് പറഞ്ഞ എന്നെ പേടിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊന്നും വീടൊന്നും ഇല്ലയോ? ഇറങ്ങി പോടാ വീട്ടില്. ഞാൻ വരട്ടെ ചാരു. എങ്ങോട്ട് വരട്ടെ? പോട്ടെ എന്ന് പറഞ്ഞതാണ്. ചായ കുടിച്ചിട്ട് പാടാ. എന്തിന്? അവന് ചായ ഒന്നും കൊടുക്കണ്ട. അവൻ പോട്ടെ മോളെ. എന്നാ ചായ കുടിച്ചിട്ടേ പോന്നോളൂ. നീ ചായ കുടി. എടാ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ മാറിയല്ലേ ഉള്ളൂ. തേയിലയും പഞ്ചസാരയും ഒന്നും വാങ്ങിച്ചിട്ടില്ല. സോറിടാ. അല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ സമയമില്ല. ഓഫീസിൽ മറ്റേ എനിക്ക് ഓഫീസിൽ ബ്രാഞ്ച് എടുത്ത് മറ്റേ കേസ് അന്വേഷിക്കാറുണ്ട്. അല്ലെങ്കിൽ ചായ ഉണ്ടായി കുടിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. ഇത് പറ്റിപ്പോയി, ചമ്മിപ്പോയി. പോടാ. അടുത്ത പ്രാവശ്യം വരുമ്പോ ചായ കുടിക്കാം. ഇച്ചിനോട് അന്വേഷണം പറയണേ. തരാവേ. എന്തൊരു സന്തോഷം. എന്ത് പരിപാടി കാണിക്കുന്നത്? വീട്ടിൽ വന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണ് പെരുമാറുന്നത്. കേറി വന്നോ വലിയ കാലസം കളിക്കൊന്നും വേണ്ടട്ടാ. അല്ല, അത് ഞാൻ കാര്യം ചോദിക്കട്ടെ. എന്ത്? ഇവൻ നമ്മൾ അവിടെ അവന്റെ വീട്ടിൽ പോയപ്പോഴും ഇവ എന്തെല്ലാം നമ്മൾ ഉപദ്രവിച്ചു. ഇവൻ നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി എന്തുമാത്രം പണി അവിടെ ചെയ്യണം. അതൊന്നും ശരിയല്ലേ? അത് ശരിയാണോ അല്ലേന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. നമ്മൾ ഒരാളെ പോലെ ആവണം എന്നാണ് പറയുന്നത്. അങ്ങനല്ല. അമ്മാവനല്ലേ? ആണ്. എന്നാലും ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അവിടെ അങ്ങ് ചെയ്തോണ്ടിരിക്കും. മനഃപൂർവ്വം ചെയ്തതന്നെ. അല്ലാതെ എനിക്ക് അവൻ്റെ ഒരു ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ മനഃപൂർവ്വം ചെയ്തതന്നെ. എനിക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി. അവിടെ പോയപ്പോഴും നമ്മളെ എന്തെല്ലോ പണിയെന്ന് എനിക്ക്